കൊണ്ടോട്ടി മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് വേഗം കൂട്ടാൻ നിർണായക തീരുമാനങ്ങളുമായി പൊതുമരാമത്ത് വകുപ്പ് അവലോകന യോഗം. കൊണ്ടോട്ടി ഫ്ളൈ ഓവർ നിർമ്മാണത്തിനായുള്ള ഇൻവെസ്റ്റിഗേഷന് ഭരണാനുമതി നൽകാനും കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ രണ്ടാംഘട്ട നവീകരണത്തിന് 6.5 കോടി രൂപ അനുവദിക്കാനും യോഗത്തിൽ തീരുമാനമായി. പാലങ്ങൾക്ക് അപ്രോച്ച് റോഡ് സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് ഭരണാനുമതി നൽകുന്നതിനുള്ള നടപടികൾക്കും ധാരണയായി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീറിന്റെ ചേംബറിൽ ടി പി അഷ്റഫ് അലി എംഎൽഎയുടെ നിർദ്ദേശപ്രകാരം ചേർന്ന അവലോകന യോഗത്തിലാണ് മണ്ഡലത്തിലെ പ്രധാന റോഡ് വികസന പദ്ധതികൾ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ എടുത്തത്. ദേശീയപാതയിലെ കുഴികളടച്ച് റോഡ് പൂർണ്ണ ഗതാഗത യോഗ്യമാക്കുന്ന നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കും. കൊണ്ടോട്ടിയിലെ NH പ്രവൃത്തി കാലാവസ്ഥ അനുകൂലമായാൽ പ്രവൃത്തി വൈകരുതെന്ന് മന്ത്രി കരാറുകാരനെ നേരിട്ട് ഫോണിൽ വിളിച്ച് നിർദ്ദേശിക്കുകയും ചെയ്തു. ദേശീയപാതയിൽ സ്ഥിരമായി വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ശാശ്വത പരിഹാരം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കാൻ പറഞ്ഞു. കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ ചുങ്കം ജംഗ്ഷൻ വീതി കൂട്ടുന്നതിനായി MLAയും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ സ്ഥലലഭ്യത പരിശോധിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന എടവണ്ണപ്പാറ ടൗൺ വികസനത്തിന്റെ നടപടികൾ വേഗത്തിലാക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പൊതുമരാമത്ത് വകുപ്പ് ഫണ്ടും CSR ഫണ്ടും സമാഹരിച്ച് ഐക്കരപ്പടി ഒളവട്ടൂർ റോഡിന് ഭരണാനുമതി നൽകുന്നതിനും യോഗത്തിൽ ധാരണയായി. എടവണ്ണപ്പാറ ഫറൂഖ് കോളേജ് റോഡിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ഡ്രെയിനേജ് നിർമ്മിച്ച് റോഡ് നവീകരിക്കും. ചിറ്റാരിക്കുന്ന് വളവ് ഭാഗത്തെ റോഡ് വികസനത്തിനുള്ള എസ്റ്റിമേറ്റ് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കണ്ണംവെട്ടിക്കാവ് പുത്തുപാടം ഐക്കരപ്പടി റോഡിന്റെ ശേഷിക്കുന്ന ഭാഗം BMN/BC ചെയ്ത് നവീകരിക്കുന്നതിന് ഭരണാനുമതി നൽകാനും തീരുമാനിച്ചു. ചെന്നൈയിൽ മൂലോട്ടുമൂല റോഡ് നിർമ്മിക്കും. വാലില്ലാപ്പുഴ എളമരം ഇരട്ടമൊഴി റോഡിന്റെ നിർമ്മാണം 3 മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഉറപ്പു നൽകി. കൊണ്ടോട്ടിയിൽ പുതിയ ബൈപ്പാസ് വെട്ടുപാറ ചീക്കോട് അടൂരപ്പറമ്പ് ഇരുപ്പംതൊടി ബൈപ്പാസ് എന്നിവയുടെ സാധ്യതാ പഠനം നടത്താനും യോഗം തീരുമാനിച്ചു. ഈസ്റ്റ് ലൈവ് കൊണ്ടോട്ടി.